ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും രാജു രാവിലെ തന്നെ വരുമല്ലോ. വരും മാഡം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് രാജു. എന്തായാലും ഇതിനി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. നാളെ തന്നെ വർമ്മ സാറിനോട് സംസാരിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം. പുരയ്ക്ക് മീതെ വെള്ളം വന്നാ അതുക്ക് മീതെ വെള്ളം. അതാണ് അതിന്റെ രീതി, അല്ലേ പ്രിയേ? അതെ. മാഡം, രാജു ഉറങ്ങിയോ? ഇല്ല മാഡം, ഉറങ്ങിയില്ല. രാജു എന്താ ഉറങ്ങാത്തെ? അതിപ്പോ ഇങ്ങനെ ചോദിച്ചാ എന്തു പറയാനാ, ഉറക്കം വന്നില്ല. എനിക്കും ഉറക്കം വരുന്നില്ല രാജു. മനസ്സിൽ നിറയെ പകല് നടന്ന കാര്യങ്ങള്. ദീപകിന്റെ അടി കൊണ്ടതല്ലേ? രാജുവിന് വേദനയുണ്ടോ? അത് ശരി, അതോർത്തിട്ടാണോ മാഡത്തിന് ഉറക്കം വരാത്തത്? മാഡം സുഖമായിട്ട് ഉറങ്ങിക്കോ, എനിക്കൊരു വേദനയില്ല. അത് രാജു എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നുണ പറയുന്നതല്ലേ? ഒരിക്കലും ഇല്ല മാഡം. ഞാൻ മാഡത്തിനോട് നുണ പറയേണ്ട ആവശ്യമുണ്ടോ? സത്യ പറഞ്ഞേ, എനിക്ക് ഒരു വേദനയില്ല. പാവം ആ കൊച്ചിന്റെ ഒരു സ്നേഹം. രാജുവിന് എന്തെങ്കിലും പറ്റിയ അതെനിക്ക് സഹിക്കാനാവില്ല രാജു. അതിന് എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. മാഡം സമാധാനത്തോടെ കിടന്നുറങ്ങ. ശരി രാജു. എന്തായാലും രാജു രാവിലെ തന്നെ വരുമല്ലോ. വരും മാഡം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് രാജു. എന്തായാലും ഇതിനി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. നാളെ തന്നെ വർമ്മ സാറിനോട് സംസാരിക്കണം. ഞാനത് നടത്തി കൊടുക്കും. എന്താ? എന്ത്? എന്തോ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞു. എന്താ അത്? ഞാനൊരു സ്വപ്നം കണ്ടതാ. നീ ഉറങ്ങിക്കോ. അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. ആ കുട്ടിക്ക് ഇവന് ജീവന.
ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണല്ലോ. അതെ സാർ. വർഗീയതയും പക്ഷാഭേദവും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർ പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് വരണ്ട. ഞാൻ ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് സീരിയസ് ആയി ഒന്ന് അന്വേഷിച്ചിട്ട് ആ ടീച്ചേഴ്സിന്റെ പേരിൽ ഉടനെ നടപടിയെടുക്കാനും ഓർഡർ ഇടാം. താങ്ക് യു സാർ. എന്നാ നിങ്ങൾ പൊയ്ക്കോ. ശരി സാർ. ഇവിടെ നിത്യവും രണ്ടുനേരം വിളക്ക് കൊളുത്താറില്ലേ? ഉണ്ട്. യാമിനി ചെറിയമ്മ അതൊക്കെ ചെയ്യുന്ന. ചില ദിവസങ്ങളില് ഞാനും ചെയ്യാറുണ്ട്. അംബിക ഇതൊന്നും ചെയ്യാറില്ലേ? അമ്മായി പ്രാർത്ഥിക്കാൻ പോലും വരില്ല. ഓ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചിലപ്പോ അമ്പലത്തിൽ പോവാറുണ്ട്. അല്ലെങ്കിലും ചെകുത്താൻ അമ്പലത്തിൽ പ്രവേശനം ഇല്ലല്ലോ. വെളുപ്പിന് 4:30-ക്കെങ്കിലും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തണം. ബ്രഹ്മയാമത്തിൽ. ഇന്ന് താമസിച്ചു പോയി. ഇനി മുതൽ അങ്ങനെ വേണം. ശരി അമ്മ, ഞാനങ്ങോട്ട് പോട്ടെ. ചെറിയമ്മ, മോള് ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചാ പോരെ? നെറ്റിയിൽ മാത്രമല്ല മനസ്സിലും പ്രസാദവും. ശേഖരട്ടൻ പറഞ്ഞ സത്യ. ഇന്നെന്താ പ്രത്യേക പൂജയുണ്ടോ? ഇന്നത്തെ ദിവസത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? ഉണ്ടാവാം. ഇന്നെന്തോ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നു. ആഹാ, ഫുൾ നെഗറ്റീവായ 2 ദേ വരുന്നുണ്ട്. എന്താ ശേഖരേട്ടത്? അവര് ശ്രദ്ധിക്കും. തന്നെയല്ല, നമ്മൾ അവരെക്കാളും താഴ്ന്നു പോകും. പ്രവൃത്തി കാണുമ്പോ എങ്ങനെ പറയാതിരിക്കുക യാമിനി? എന്താ ശേഖര, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? എനിക്കൊന്നും പറയാനില്ലല്ലോ ചേച്ചി. അതല്ല, ഞങ്ങളെ കണ്ടപ്പോഴേ നീ നിന്റെ ഭാര്യയോട് രഹസ്യം പറയുന്നത് കേട്ടു. യാമി എന്റെ ഭാര്യയില്ലേ? ഇവളോടല്ലാതെ ഞാൻ മറ്റാരോട് രഹസ്യം പറയും ചേച്ചി? നീ കളിയാക്ക? അയ്യോ, ഒരിക്കലല്ലേ ചേച്ചി. ചേച്ചി തെറ്റിദ്ധരിച്ചതാ. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാ നീയും ഞാനും. അത് നീ മറക്കണ്ട. നോവിനാലേ